സോ 2 മാസമായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണാണ് ഈ iQ Newton എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 മാസത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫോണ് ഈ ഒരു പൈസക്ക് വലുതാണ്. ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ 8+256 GB വേരിയൻ്റ് ആണ്. അതായത് 33,999 34,000 രൂപയുടെ ഒരു ഫോണാണ്. 34,000 രൂപക്ക് നിങ്ങളൊരു ഫോൺ വാങ്ങുന്ന സമയത്ത് ആ ഫോൺ iQ Newton എന്ന് പറയുന്ന ഈ ഒരു ഫോൺ അതിന് വെർത്താണോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നേരെ ഡിസൈനിൻ്റെ കാര്യം നോക്കാം. ഡിസൈനിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. സോ 2 കളർ സ്കീമിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ടൈറ്റാനിയം ക്രോം, അതുപോലെ ഇൻഫേർണോ റെഡ്. എൻ്റെ കയ്യിലിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ടൈറ്റാനിയം ക്രോം ആണ്. അപ്പോൾ ഈ ഒരു കളറാണ് എനിക്ക് മറ്റു കളറിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് ബാക്കിലൊരു പ്ലാസ്റ്റിക് ഡിസൈനാണ് വന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് ബോഡിയാണ്, സൈഡ് മുഴുവനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് തന്നെയാണ്. ബട്ട് കാണാൻ ഒരു അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള പ്രീമിയം ഒരു ഫീലാണ് നൽകുന്നത്. ഒരു iQ 13 സാമ്യമുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. പിന്നെ ഡിസൈനെ കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ വേറെ പറയാനൊന്നുമില്ല. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഈ ഒരു ക്ലാസ്സിലുള്ള നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്കിതിൻ്റെ മെയിൻ ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് എന്താണ് നോക്കാം. അതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല പഞ്ചി കളേഴ്സ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. എനിക്ക് ഈ മൊബൈലിൽ യൂസ് ചെയ്തതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയതും ഈ ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഇനി നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യം നോക്കാം. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അധികം പറയേണ്ടി വരില്ല, ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്നാപ്ഡ്രാഗൺ 8 Gen 4 ആണ്. നമ്മൾ AnTuTu ബെഞ്ച് സ്കോർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. നമുക്ക് ഇപ്പോൾ BGMI കളിക്കാനാണെന്നുണ്ടെങ്കിൽ 120 Hz കിട്ടുന്നുണ്ട്. അതുപോലെ PES കളിക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫുൾ ഗ്രാഫിക്സിൽ ഇട്ടിട്ട് നമുക്കൊരു ലാഗോ സ്റ്റെക്കോ ഒന്നും ഇല്ലാതെ കളിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാ ഗെയിംസും ഹൈ എൻഡ് ഗ്രാഫിക്സിൽ ഇട്ടിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും iQ ഈ ഒരു മൊബൈലിൽ തന്നിട്ടുള്ള എന്നുള്ളതാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 നല്ല കാര്യമായിട്ട് തോന്നിയത് ഇതിൻ്റെ ഡിസ്പ്ലേ പ്ലസ് പെർഫോമൻസ് ആണ്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു ഡിസ്പ്ലേ നല്ലൊരു ഡിസ്പ്ലേ ഉള്ള മൊബൈൽ വേണം, നല്ല അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കണം, ഈ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മൊബൈൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കുമ്പോൾ നമുക്ക് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ നമുക്ക് ബാക്കിൽ വരുന്നത് 50+8 MP ആണ്. ഫ്രണ്ടിൽ വരുന്ന സമയത്ത് 32 MP ഒരു ക്യാമറയാണ് വരുന്നത്. സോ ഈ 50 MP മെയിൻ ക്യാമറ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഡീസൻ ആൻഡ്രോയിഡിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ല നീറ്റ് ക്യാമറയാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറയും അത്യാവശ്യം കുഴപ്പമില്ല. അതിൻ്റെ കുറച്ച് സാമ്പിൾസ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ബട്ട് നമ്മൾ ക്യാമറയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്യാമറ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആണ്. ബട്ട് അൾട്രാ വൈഡ് ക്യാമറ ഒരു ഓക്കെ ക്യാമറയാണ്. അതായത് മെയിൻ ക്യാമറയിൽ നിങ്ങൾക്ക് 4K 60 FPS വരെ ഫ്രണ്ടും ബാക്കും നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും മെയിൻ ക്യാമറയിൽ. എന്ന സാധനം നമ്മൾ അൾട്രാ വൈഡ് ക്യാമറ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1080p 30 FPS മാത്രമേ നമുക്ക് അൾട്രാ വൈഡിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രണ്ട് ക്യാമറയിലാണെന്നുണ്ടെങ്കിൽ അൾട്രാ വൈഡ് ഇല്ലതാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഒരു 35,000 rupees ഫോണാണ്, പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണാണ്. എന്നിരുന്നാലും ഒരു 8 MP അൾട്രാ വൈഡ് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അൾട്രാ വൈഡ് കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. നോർമൽ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൾട്രാ വൈഡിൽ ഒരു 1080p 30 FPS ഇട്ടുകൊണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം. ബട്ട് ആ ഒരു വീഡിയോ അത്ര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. പോരാത്തതിന് ആ അൾട്രാ വൈഡ് എന്ന് പറയുമ്പോൾ ഒരു അൾട്രാ വൈഡ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അൾട്രാ വൈഡ് ക്യാമറയും അല്ലതാണ്. ദെൻ നമ്മൾ ചാർജിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 120 watts ചാർജറാണ് ബോക്സിൽ വരുന്നത്. 36 minutes കൊണ്ട് ഫാസ്റ്റ് ചാർജിങ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ചാർജ് ആകും എന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 36 minutes കൊണ്ട് ചാർജ് ആകില്ല എന്നുണ്ടെങ്കിലും അതിനോട് സാമ്യമുള്ള ഒരു 42 minutes കൊണ്ട് നമുക്ക് 0 to 100 ചാർജ് ആവുന്നുണ്ട്. പിന്നെ എപ്പോഴും ഇതിൽ ഫാസ്റ്റ് ചാർജിങ് മോഡ് എനേബിൾ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ നിങ്ങളുടെ ബാറ്ററിയുടെ ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. സോ ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും iQ വരുത്തിയിട്ടില്ല. വളരെ ഫാസ്റ്റായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ഫോൺ ഒരു 10% ഉള്ളതെന്നുണ്ടെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ പുറത്ത് പോകണം. ആ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു 30 to 40% ചാർജ് ആവുന്നുണ്ട്. സോ ഇനി നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞു. ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. കണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡിസ്പ്ലേ ആണ്. പെർഫോമൻസ് യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ഇല്ല. നിങ്ങൾക്ക് ഈ ഒരു ഫോൺ പെർഫോമൻസിന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. ചാർജിങ് അത്യാവശ്യം നല്ല ചാർജിങ് ആണ്.
ക്യാമറ അൾട്രാ വൈഡ് വെച്ച് ബാക്കിയുള്ള ക്യാമറയൊക്കെ കൊള്ളാം. കാരണം ബാക്ക് ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും നിങ്ങൾക്ക് 4K 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാഡായിട്ട് എനിക്ക് തോന്നിയ, അതായത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ബാഡായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. കുറച്ച് കാര്യങ്ങളൊന്നുമില്ല, മെയിനായിട്ട് ഇതിന് ബാഡായിട്ട് തോന്നിയുള്ളതാണ് ഇതിൻ്റെ ക്യാമറ മോഡിയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഇതെന്ന് പറയുമ്പോൾ എൻ്റെ രണ്ടാമത്തെ IQ Newton ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഫസ്റ്റത്തെ IQ Newton ഉണ്ടോ ഇവിടെ? ഫസ്റ്റത്തെ IQ Newton, അതായത് എല്ലാ IQ Newton ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ റീസെൻ്റ്ലി കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ IQ Newtonൻ്റെയും ബാക്ക് ക്യാമറയിൽ ഫോഗ് കയറുന്നുണ്ട്. സോ ഒരു 35,000 രൂപ കൊടുത്ത് വാങ്ങുന്ന ഫോണ്, അതും IP65 സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോണിൽ ക്യാമറയിൽ ഫോഗ് കയറുക എന്ന് പറയുമ്പോൾ അത്ര നല്ല കാര്യമായിട്ടുള്ളതല്ല. കാരണം നിങ്ങൾക്ക് 1 വർഷം വരെ അവർ വാറണ്ടി ഉണ്ട്. ആ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ ചെന്നില്ലാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം നിങ്ങൾക്ക് മൊബൈൽ റീപ്ലേസ് ചെയ്ത് തരും. അതും 2 month 3 month അങ്ങനെ എന്തോ ഒരു പീരീഡിനുള്ളിലാണ്, കറക്റ്റ് എനിക്കറിയില്ല, എന്തായാലും ഞാനിവിടെ താഴെ കൊടുക്കാം. അപ്പോൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ, അതായത് മൊബൈൽ ഒന്നാകെ റീപ്ലേസ് ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരില്ല. അവർ പറഞ്ഞത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ എല്ലാ ഫോൺസിനും വരാൻ സാധ്യത ഉള്ളതാണ്, അതുകൊണ്ട് നമുക്ക് വേറൊന്നും ചെയ്ത് തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല രീതിയിൽ ക്യാമറ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരു പ്രോബ്ലം ആയിട്ട് വരും. കാരണം ഈ ഒരു പ്രോബ്ലം വരും, പക്ഷേ അത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർവീസ് സെൻ്ററിൽ പോയിട്ട് ആ റീപ്ലേസ് ചെയ്ത് വരുന്നത് അത്ര ഒരു നല്ല കാര്യമല്ലല്ലോ. സോ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാമറ യൂസ് ചെയ്യുന്ന ആളാണ്, ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഫോണാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും IQ Newton നിങ്ങൾക്കൊരു നല്ലൊരു റെക്കമെൻഡേഷൻ അല്ല. പകരം നിങ്ങൾക്ക് OnePlus Note 5 അല്ലാന്നുണ്ടെങ്കിൽ Poco F7 ഒക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ പറയാൻ വിട്ടു പോയൊരു കാര്യമാണ് ബാറ്ററി. ഇതിൽ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും ബാറ്ററി തന്നെയാണ്. 7000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നോർമൽ മൊബൈലിനെക്കാട്ടും കുറച്ചുകൂടി ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 8 to 10 hours എല്ലാ യൂസിലും നമുക്ക് കിട്ടുന്ന തരത്തിലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ബട്ട് ഞാൻ മൊബൈൽ വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അത്യാവശ്യം ഹെവി യൂസാണ്, അതായത് ലൊക്കേഷൻ ഓൺ ആയിരിക്കും, മൊബൈൽ ഡാറ്റയും എപ്പോഴും ഓൺ ആയിരിക്കും. ആ ഒരു തരത്തിലുള്ള യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയിരുന്ന സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാം 6 to 7 hours ആയിരുന്നു. അതായത് 6 hours ആയിരുന്നു കോൺസ്റ്റൻ്റ്ലി. എനിക്കൊരു 1 week 2 weekോളം 6 hours മാത്രമായിരുന്നു ബാറ്ററി ലൈഫ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 7000 mAh എന്നുള്ള പറയുന്ന ആ ഒരു ബാറ്ററിയുടെ ഒരു ബാക്കപ്പ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് നോർമൽ നമുക്കൊരു ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നോർമലി 6 to 7 hours നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടാറുണ്ട്. ആ ഒരു തരത്തിൽ തന്നെയാണ് ഇതിനും കിട്ടുന്നത്. ഇനി ചിലപ്പോൾ പെർഫോമൻസ് കൂടുതലായതുകൊണ്ടായിരിക്കാം, 8 Gen 4 ആയതുകൊണ്ടായിരിക്കാം. ബട്ട് എന്നിരുന്നാലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു, ബട്ട് നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു ബാറ്ററിയുടെ കാര്യത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് അല്ല. 7000 mAh ബാറ്ററി എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു ഫോൺ വാങ്ങിയത് തന്നെ. പക്ഷേ ആ ഒരു എലമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല. ഇനി അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒപ്റ്റിമൈസേഷനാണ്. അതായത് ഈ കളർ വോയിസ് എന്ന് പറയുന്നത് തീരെ ഒപ്റ്റിമൈസ്ഡ് അല്ല എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇതിൽ കാണുന്ന ഓരോ കാര്യങ്ങളായാലും ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ചില സമയത്ത് അത് ഗ്ലിച്ചടിച്ചിട്ട് ഓണായി വരുന്നുണ്ട്. അതായത് കളർ വോയിസ് ഇനിയും ഒരുപാട് ഒപ്റ്റിമൈസ്ഡ് ആവാനുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ഈ ഫോൺ അത്യാവശ്യം നല്ല നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്നെന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പ് ആണ്. ബാറ്ററി ബാക്കപ്പ് 7000 mAh ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അത് രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ക്യാമറയാണ്. ക്യാമറയിൽ ഫോഗ് ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ ഫോഗ് ഇഷ്യൂ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിൽ പോകേണ്ടതായിട്ട് വരും. സർവീസ് സെൻറ്ററിൽ പോയാൽ അവർ ചെക്ക് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്ത് തരികയോ അല്ലാന്നുണ്ടെങ്കിൽ അത് ശരിയാക്കി തരികയോ ചെയ്യും. ബട്ട് നിങ്ങൾക്കത് ആദ്യത്തെ 1 വർഷം മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, മൊബൈലിന് വാറണ്ടി ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു വാറണ്ടി പീരീഡിലായിരിക്കും നിങ്ങൾക്ക് ഇതൊക്കെ അവർ റീപ്ലേസ് അല്ലെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്ത് തരും. ബട്ട് ആ ഒരു വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ പോലും ഈ ഫോഗ് ഇഷ്യൂ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ ഒരു മൊബൈൽ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ഫോഗ് ഇഷ്യൂ വന്നതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കാണാൻ പറ്റും. സോ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അതായത് നിങ്ങൾ കൂടുതലായിട്ട് ക്യാമറ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. കാരണം ഫോഗ് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ വർഷം നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പോകുമായിരിക്കാം. എപ്പോഴും സർവീസ് സെൻറ്ററിൽ പോകുന്നത് ഒരു കൺവീനിയൻ്റ് അല്ലല്ലോ. സോ ആ ഒരു എലമെൻറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഇതെൻ്റെ രണ്ടാമത്തെ ഫോണാണ്. ഫസ്റ്റ് ഫോൺ ഇതേമാതിരി ഫോഗ് ഇഷ്യൂ വന്നു, ഞാൻ സർവീസ് സെൻറ്ററിൽ പോയി അവർ ഫോൺ റീപ്ലേസ് ചെയ്ത് തരികയാണ് ചെയ്തിട്ടുണ്ടായത്. സോ ആ ഒരു എലമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഗുഡായിട്ടുള്ളതല്ല. നിങ്ങൾക്ക് OnePlusൻ്റെ Note 5 ഉണ്ട്, അതുപോലെ തന്നെ Poco F7 ഉണ്ടോ, അതിന് ഈ ഒരു ഇഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് മെയിനായിട്ട് പറയുന്നത് ഇതിൻ്റെ ഒപ്റ്റിമൈസേഷൻ അത്ര നല്ലതല്ല. കളർ വൈസ് ഇനിയും ഒരുപാട് ഒപ്റ്റിമൈസ്ഡ് ആവാണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും.
ഐ തിങ്ക് ഇത് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് കിട്ടുമായിരുന്നു. കാരണം ഇതിൽ ഗ്ലോബൽ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം റണ്ണിങ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ അതൊന്നും ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഡീആക്ടിവേറ്റ് ചെയ്യാനോ ഒരു ഓപ്ഷനൊന്നും ഇതിലില്ല. ഫോസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം, പക്ഷേ ഫോസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഓൺ ആയിട്ടുണ്ടാവും. അങ്ങനെ അതൊരു 247 hours 250 hours ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ കളർ വോയിസ് ഒന്നും കൂടി മെച്ചപ്പെടുത്താണ്ട്. സോ ഈ ഒരു ഫോൺ ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുക, ആരൊക്കെ എടുക്കണം, ആരൊക്കെ എടുക്കണ്ട എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഫോണ് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ടാസ്കുകൾ മൊബൈൽ വെച്ച് ചെയ്യുന്ന ആളാണ്, എഡിറ്റിംഗ് അല്ലെങ്കിൽ ഗെയിമിംഗ്, നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് തീർച്ചയായും എടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ നല്ലൊരു ഡിസ്പ്ലേ ആണ്, അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റി, ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. കാരണം ഞാനത് പറയാൻ കാരണം ഞാൻ ഇതിന് മുമ്പ് iQOO Neo 6 യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും AMOLED ആയിരുന്നു. ബട്ട് ആ ഒരു ഫോണിൽ AMOLED എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫീലൊന്നും കിട്ടില്ല മൊബൈലിൻ്റെ ഒരു വീഡിയോ കണ്ടന്റ് കൺസ്യൂം ചെയ്യുമ്പോൾ. പക്ഷേ ഇത് നമുക്ക് ഓരോ സിനിമ കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും വീഡിയോസ് കൺസ്യൂം ചെയ്യുമ്പോഴാണെങ്കിലും നല്ലൊരു ഫീലിംഗ് ഉള്ള ഒരു തരത്തിലുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡിസ്പ്ലേ വൈസ് അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ആക്കി വരുത്തിയിട്ടില്ല. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ മെയിൻ പ്രിഫറൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറയാണ്. ബാക്ക് ക്യാമറയിലെ മെയിൻ ക്യാമറ, അതുപോലെ ഫ്രണ്ട് ക്യാമറയിലെ മെയിൻ ക്യാമറ അൾട്രാവൈഡ് അത്രയ്ക്ക് ഗുഡ് ക്വാളിറ്റി അല്ല. സോ നിങ്ങൾ ഒരു മീഡിയം ലെവൽ, അതായത് എപ്പോഴെങ്കിലും കാഷ്വലായിട്ട് 1-2 ഫോട്ടോസ് എടുക്കണം, മെയിൻ പേർപ്പസ് എന്ന് പറയുമ്പോൾ വീഡിയോ കാണൽ അല്ലെങ്കിൽ ഗെയിം കളിക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ബാക്കപ്പ് ആണ്, 7000 mAh. ബട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. എന്നിരുന്നാൽ പോലും അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. ഇനി ആരൊക്കെ ഈ ഒരു ഫോൺ എടുക്കണ്ട എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു ഫോണിനെ കുറിച്ച് നോക്കുന്നതാണെങ്കിൽ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അതല്ല ഇനി നിങ്ങൾ ക്യാമറ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ നോക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ക്യാമറ അത്ര മെയിൻ നല്ലതല്ല, കാരണം ഇതിന്റെ മെയിൻ ക്യാമറ ഉഷാറാണ്, എന്നിരുന്നാൽ പോലും അൾട്രാവൈഡ് ക്യാമറ അത്ര ഗുഡ് അല്ല. സോ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 34,000 രൂപയ്ക്ക് 8+256GB വേരിയന്റ് ആണിത്. 34,000 രൂപയ്ക്ക് ഈ ഒരു മൊബൈൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഐ തിങ്ക് 30,999 ആണെന്ന് തോന്നുന്നു. 828GB ഓഫറിൽ നിങ്ങൾക്ക് അത് 29,999 അങ്ങനെ എന്തോ കിട്ടുമെന്നും തോന്നുന്നു. സോ ആ ഒരു പ്രൈസിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും 8+128 എടുക്കരുത്, കാരണം അത് UFS 3.1 ആണ്. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇരുന്നാലും UFS 4.1 ഉള്ള സ്റ്റോറേജ് വെർഷൻ എടുക്കുക. അത് നിങ്ങൾക്ക് ആമസോൺ ഓർ iQOO വെബ്സൈറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പൈസയ്ക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. കാരണം ഓവറോൾ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ചിപ്സെറ്റ് ആണ്, നല്ല പെർഫോമൻസ് ആണ് നൽകുന്നത്, അത്യാവശ്യം ഗുഡ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് വരുന്നത്, കുഴപ്പമില്ലാത്തൊരു ക്യാമറ ഉണ്ട്, അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഉള്ള, ഐ മീൻ അത്രയും എക്സ്ട്രീം ബാറ്ററി ബാക്കപ്പ് അല്ല, എന്നിരുന്നാലും കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് തരുന്ന ഒരു ഫോണാണ്. സോ ഓവറോൾ ആ പ്രൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ്. ബട്ട് ആകെ ഒരു നെഗറ്റീവായിട്ട്, അതായത് മറ്റ് നെഗറ്റീവ്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ബാറ്ററി ബാക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ആകെ ഒരു അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു നെഗറ്റീവായി എനിക്ക് തോന്നിയത് ഈ ക്യാമറയിലെ ഫോഗ് ഇഷ്യൂ ആണ്. സോ ക്യാമറ ഫോഗ് ഇഷ്യൂ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ആയി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു ഫോൺസ് കൺസിഡർ ചെയ്യാം. അതല്ല കുഴപ്പമില്ല, ഞാൻ ക്യാമറ അത്ര യൂസ് ചെയ്യുന്ന ആളല്ല, അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും അടച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് iQOO Neo 10 എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഇത് ആദ്യത്തെ ഒരു റിവ്യൂ വീഡിയോ ആണ് എൻ്റെ. സോ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് സജഷൻസ് ഒക്കെ അറിയിക്കാം. നമുക്ക് അടുത്ത വീഡിയോസ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ നോക്കാം. എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കുക, കാരണം ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കൂടുതൽ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായി ചോദിക്കാം, ഞാൻ അതിനെല്ലാത്തിനും റിപ്ലൈ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.